വളരെ സ്വാദിഷ്ടമായ എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പനീർ വിഭവമാണ് ഈ പനീർ മസാല. ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഞാൻ 200 ഗ്രാം പനീർ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. ഇത് ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയതാണ്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 ടൊമാറ്റോയുടെ പ്യൂരിയാണ്. അതായത് 2 തക്കാളി നല്ലപോലെ തിളപ്പിക്കുക. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഇളകി വരും. ആ തൊലി മാറ്റിയ ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കുക. നല്ല തണുത്ത ശേഷം വേണം അരച്ചെടുക്കാൻ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 3 പച്ചമുളകും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുക്ക്ഡ് പീസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ മട്ടർ പനീർ മസാലയാവും. പിന്നെ ഒരു ബൗളിൽ അല്പം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചർ വെള്ളമാണ്. ഇതെന്തിനാണെന്നുള്ളത് ഞാൻ അല്പസമയം കഴിഞ്ഞിട്ട് പറയാം. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ചാലോ. ഈ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ബട്ടർ മാത്രമാകുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഉപയോഗിക്കേണ്ടി വരും. അത് തന്നെയല്ല, പെട്ടെന്നങ്ങ് ചൂടാവുകയും ചെയ്യും. രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് പനീർ ക്യൂബ്സ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഷാലോ ഫ്രൈ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചു ഇട്ട് ഇളക്കി കൊടുക്കുക. പുറം ഭാഗം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ആ പാകമാകുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കാം. അത് കാണാനും നല്ലൊരു ഭംഗിയാണ്, പൊട്ടിപ്പോവാതിരിക്കുകയും ചെയ്യും. കണ്ടോ, പനീർ ആവശ്യത്തിന് ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഞാനിത് കോരിയെടുക്കുന്നത് നേരെ വെള്ളത്തിലേക്കാണ്. നേരത്തെ ഒരു ബൗളിൽ അല്പം വെള്ളം എടുത്ത് വെച്ചിരുന്നല്ലോ, ആ വെള്ളത്തിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. അതായത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പനീർ ഒട്ടും പൊട്ടിപ്പോവുകയില്ല, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മളിതൊരു ക്രിസ്പി ഫ്രൈ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ വല്ലാതെ ഹാർഡായി പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് സമയമൊന്നും വെള്ളത്തിലിട്ട് വെക്കേണ്ട. 1 മിനിറ്റ് ഒന്ന് ഇട്ടിട്ട് അപ്പോൾ തന്നെ എടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള പനീർ. ഇനി നേരത്തെ എടുത്ത പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിനൊക്കെ വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ആ ജീരകം നല്ലപോലെ ഒന്ന് മൂത്ത് പൊട്ടി വരട്ടെ. ഈ ജീരകം മൂത്ത് വരുമ്പോൾ തന്നെ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ നമുക്ക് വന്നു കൊടുക്കും. ഇത് നോർത്ത് ഇന്ത്യൻ കറികൾക്കെല്ലാം വളരെ പ്രധാനമാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരാനുള്ളതാണ്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മൊരിഞ്ഞാലേ ആ മസാലയ്ക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് മൊരിഞ്ഞ് വരും. ഏതാണ്ട് 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്തത്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതും സവാളയുടെ കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണമൊക്കെ മാറി സവാളയുടെ കൂടെ കിടന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരണം. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്, സാധാരണ മുളക് പൊടി. അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കളറിന് വേണ്ടി. പിന്നെ ചേർക്കുന്നത് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്, അതായത് 1 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി കുറച്ച് മുമ്പിട്ട് നിന്നാലേ കറിക്ക് നല്ല സ്വാദ് കിട്ടൂ. വേറെ ഗരം മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഈ പൊടികളും ഈ സവാളയുടെയൊക്കെ കൂടെ കിടന്ന് നല്ലപോലെ മൂത്ത് വരണം. തീ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കാവുന്നതാണ്. സവാള നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. അതിൻ്റെ കൂടെ ഈ പൊടികളും. ഇപ്പോൾ ഏതാണ്ട് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേ അടുപ്പിൽ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാൾ സ്വാദ് തിളച്ച വെള്ളം ചേർക്കുമ്പോഴായിരിക്കും. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ടൊമാറ്റോ പ്യൂരിയും ചേർക്കാം. ഇനി തക്കാളിയും ഈ മസാലകളുടെ എല്ലാം കൂടെ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരാനുള്ളതാണ്. തക്കാളി നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്, എന്നാലും ചെറിയ തീയിൽ അങ്ങനെ വെന്ത് വരണം. എന്നാലേ കറിക്ക് നല്ല കറക്റ്റ് ടേസ്റ്റ് കിട്ടും.
നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ കറി ഒരുപാട് ഗ്രേവി ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു തിക്ക് ഗ്രേവിയിൽ ചെയ്യുന്നതാണ്. അതായിരിക്കും കൂടുതൽ സ്വാദ്. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പനീർ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. പനീർ ഇനി കുക്കാവാനൊന്നുമില്ല, എന്നാലും ആ മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്യാം. വളരെ എളുപ്പത്തിലുള്ള കറിയാണ്, പെട്ടെന്ന് തന്നെ റെഡിയാവും. ചപ്പാത്തിക്ക് ഇതൊരു നല്ല കോമ്പിനേഷനാണ്. ഒന്നുണ്ടാക്കി നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.